അറിയപ്പെട്ട ഏത് പ്രഭാഷകന്മാരെ നോക്കിക്കഴിഞ്ഞാലും അവരുടെ പ്രഭാഷണത്തിൽ അവരുടേതായിട്ടുള്ള ഒരു ഐക്കോണിക് സാധനം അവരുടെ കയ്യിലുണ്ടാവും. ഇത് കേൾക്കാൻ വേണ്ടി മാത്രം വരുന്ന ഓഡിയൻസിലുണ്ട്. ഇത് കേൾക്കുമ്പോൾ നമ്മൾ സാധാരണ പറയുന്ന പോലെ രോമാഞ്ചുണ്ടായി എന്ന് പറയുന്ന രൂപത്തിലൊരു ഐക്കോണിക് സാധനം. അങ്ങനെ ഒരു ഐക്കൺ ആയിട്ടുള്ളൊരു സാധനത്തെ നമ്മുടെ പ്രഭാഷണത്തിൽ നമുക്കും ഡെവലപ്പ് ചെയ്തെടുക്കാൻ നമുക്ക് പറ്റും. അത് ഒരു പക്ഷേ നമ്മൾ പറയുന്ന സ്റ്റോറി ടെല്ലിങ്ങിൻ്റെ ഒരു ശൈലിയിലായിരിക്കാം, അല്ലെങ്കിൽ നമ്മൾ പറയുന്ന കോട്ടുകളുടെ ഒരു ശൈലിയായിരിക്കും. എന്തൊക്കെ മേഖലയിലായിക്കോട്ടെ, പ്രഭാഷണത്തിൽ നമുക്ക് ഉൾക്കൊള്ളിക്കാൻ സാധിക്കുന്ന ഏത് ടൂൾസ് ആയിക്കോട്ടെ, ഇതിൽ ഏതെങ്കിലുമൊക്കെ നമുക്ക് നമ്മുടേതായിട്ടുള്ള ശൈലിയിൽ അവതരിപ്പിക്കാനും നമ്മുടെ ഐക്കണായി അത് മാറ്റാനും നമുക്ക് സാധ്യമാകണം. അതിനൊക്കെ മുമ്പ് എല്ലാ പ്രഭാഷകന്മാർക്കും അവരുടേതായിട്ടൊരു ശൈലിയുണ്ട്. അങ്ങനെ ഒരു ശൈലിയെ നമ്മൾ കണ്ടെത്തി അതിനെ ഡെവലപ്പ് ചെയ്ത് അതിനെ ഷാർപ്പൺ ചെയ്ത് അതിന് വേണ്ട പൊട്ടൻഷ്യൽ കൊടുത്ത് അതിനിങ്ങനെ മേക്ക് ചെയ്ത് എടുക്കാൻ നമുക്ക് സാധ്യമായാൽ നമുക്ക് നല്ലൊരു പ്രഭാഷകനായി കഴിയുന്നത്. അങ്ങനെ ഈ ഐക്കണായിട്ടുള്ള സാധനവും നമ്മുടേതായിട്ടുള്ള ശൈലിയും കൂട്ടിച്ചേർത്ത് വരുമ്പോൾ നമുക്ക് നല്ലൊരു പ്രഭാഷകനായി, നല്ല ഇൻഫ്ലുവൻസ് ചെയ്യപ്പെടുന്ന പ്രഭാഷകനായി, ആളുകൾ കേൾക്കാൻ താല്പര്യപ്പെടുന്നൊരു പ്രഭാഷകനായി നമുക്ക് നമ്മുടെ പ്രഭാഷണത്തിൻ്റെ ലെവലിനെ മാറ്റിക്കൊണ്ടുവരാൻ കഴിയും.